കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് എന്ന് പരിചയപ്പെട്ടു. വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഏതാനും ചില പ്രോബ്ലംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനി ചെയ്യാനുള്ളത്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ട പൈസയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. രണ്ട് തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണുള്ളത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് കറന്റ് അസറ്റ്സ് അല്ലേ? എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റി. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറന്റ് അസറ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ആണ്. എന്താണ് കറന്റ് അസറ്റ്, എന്താണ് കറന്റ് ലയബിലിറ്റി? ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കറന്റ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ആർ കൺവേർട്ടഡ് ഇൻടു ക്യാഷ് വിത്തിൻ 1 year. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെയാണ് കറന്റ് അസറ്റ് എന്ന് പറയാ. കറന്റ് അസറ്റ് പ്രധാനമായും 6 എണ്ണാണ്. ഏതൊക്കെയാ? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ബിൽസ് റെസീവബിൾ, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ക്യാഷ് ഇൻ ഹാൻഡ്? നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ആണ്. എന്താണ് ക്യാഷ് അറ്റ് ബാങ്ക്? ബാങ്കിലുള്ള ക്യാഷ് ആണ്. എന്താണ് സൺട്രി ഡെറ്റേഴ്സ്? നമ്മൾ കടമായി സാധനങ്ങൾ വിൽക്കുമ്പോൾ അവർ നമുക്ക് പിന്നീട് പണം തരണം. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറയാ. സ്റ്റോക്ക് ഇൻ ട്രേഡ്, വിൽക്കാതെ കിടക്കുന്ന സാധനങ്ങളെയാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയാ. ബിൽസ് റെസീവബിൾ, നമ്മൾ കടമായി സാധനങ്ങൾ വിൽക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു ക്യാഷ് അവർ നമുക്ക് തരണം. ഒരു ഉറപ്പിന് വേണ്ടി അവരിൽ നിന്ന് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ എഴുതി വാങ്ങുന്നു. അത്തരത്തിലുള്ള ബില്ലിനെയാണ് ബിൽസ് റെസീവബിൾ എന്ന് പറയാ. ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്, ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുക, ഇതാണ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഏതൊക്കെയാ കറന്റ് അസറ്റ്? എപ്പോ ചോദിച്ചാലും പറയണം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, ബിൽസ് റെസീവബിൾ, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്സ്. അപ്പോ കറന്റ് അസറ്റ്സ്, ടോട്ടൽ കറന്റ് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ബിൽസ് റെസീവബിൾ പ്ലസ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. Then current liability. എന്താ current liability? Current liabilities are those liabilities which are payable within a short period of time, say 1 year. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് കറന്റ് ലയബിലിറ്റി എന്ന് പറയുക. ഏതൊക്കെയാ പ്രധാനമായ കറന്റ് ലയബിലിറ്റി? സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ലോൺ, ഡിവിഡൻഡ് പേയബിൾ, ടാക്സ് പേയബിൾ. സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ കടമായി സാധനങ്ങൾ വാങ്ങുന്നു, അവർക്ക് എത്രയും പെട്ടെന്ന് പൈസ കൊടുക്കണം, അങ്ങനെയുള്ള ആളുകളെ സൺട്രി ക്രെഡിറ്റേഴ്സ്. ബിൽസ് പേയബിൾ, നമ്മൾ കടമായി സാധനം വാങ്ങുന്നു, ഒരു ഉറപ്പിന് വേണ്ടി അവർക്കൊരു ബില്ല് എഴുതി കൊടുക്കുന്നു, അത്തരത്തിലുള്ള ബില്ലുകൾ ബിൽസ് പേയബിൾ. ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ബാങ്കിലുള്ള പണത്തേക്കാൾ കൂടുതലായി നമ്മൾ പിൻവലിച്ച തുകയാണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കേണ്ട തുകയാണ്. ഷോർട്ട് ടേം ലോൺ, ബാങ്കുകളിൽ നിന്ന് ചെറിയ കാലാവധി വെച്ചിട്ട് നമ്മൾ എടുത്ത ലോണുകളെയാണ് ഷോർട്ട് ടേം ലോൺ. ഡിവിഡൻഡ് പേയബിൾ, ഒരു കമ്പനി അതിന്റെ ലാഭം കണക്കാക്കിയാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഉടമസ്ഥർക്ക് ലാഭവിഹിതം കൊടുത്തു തീർക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ലാഭവിഹിതത്തെയാണ് ഡിവിഡൻഡ് എന്ന് പറയുക. ഒരു കറന്റ് ലയബിലിറ്റിയാണ്. ടാക്സ് പേയബിൾ, നമുക്കൊക്കെ അറിയാം, ഗവൺമെന്റിലേക്കും മറ്റും അടക്കേണ്ട നികുതികൾ എത്രയും പെട്ടെന്ന് തന്നെ കമ്പനി അടച്ചു തീർക്കേണ്ടതാണ്. അത്തരത്തിലുള്ള നികുതികളെയാണ് ടാക്സ് പേയബിൾ. ഇപ്പോൾ കറന്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാ? സൺട്രി ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ പ്ലസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ലോൺ പ്ലസ് ഡിവിഡൻഡ് പേയബിൾ പ്ലസ് ടാക്സ് പേയബിൾ. അപ്പോൾ രണ്ട് തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണുള്ളത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് അസറ്റ്. ഏതൊക്കെയാ ടോട്ടൽ കറന്റ് അസറ്റ്? ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ബിൽസ് റെസീവബിൾ പ്ലസ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഏതൊക്കെയാ കറന്റ് ലയബിലിറ്റി? സൺട്രി ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ പ്ലസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ലോൺ പ്ലസ് ഡിവിഡൻഡ് പേയബിൾ പ്ലസ് ടാക്സ് പേയബിൾ.
അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ടോട്ടൽ കറണ്ട് അസറ്റ്സ് 2 ലക്ഷം, ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് 1 ലക്ഷം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ കറണ്ട് അസറ്റ്. പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ് അല്ലേ? ഏതൊക്കെയാ കറണ്ട് അസറ്റ്? ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് സൺട്രി ഡെറ്റേഴ്സ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ബിൽസ് റെസീവബിൾ പ്ലസ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? എന്താ കറണ്ട് ലയബിലിറ്റീസ്? പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റി. ഏതൊക്കെയാ കറണ്ട് ലയബിലിറ്റീസ്? സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ അല്ലേ, ഷോർട്ട് ടേം ലോൺ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഡിവിഡൻഡ് പേയബിൾ, ടാക്സ് പേയബിൾ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കറണ്ട് ലയബിലിറ്റീസ്. എങ്ങനെയാ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട് അല്ലേ? എന്താ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താ? ടോട്ടൽ കറണ്ട് അസറ്റ്സ് അല്ലേ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്സ്. എന്താ ടോട്ടൽ കറണ്ട് അസറ്റ്സ്? നമ്മൾ പറഞ്ഞു അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഡെറ്റേഴ്സും സ്റ്റോക്കും ബിൽസ് റെസീവബിളും ഷോർട്ട് ടേം ഡെപ്പോസിറ്റും ഒക്കെ കൂടുന്നതാണ് ടോട്ടൽ കറണ്ട് അസറ്റ്. പക്ഷേ ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. കാരണം എന്താ? ടോട്ടൽ കറണ്ട് അസറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലേ? ടോട്ടൽ കറണ്ട് അസറ്റ് ക്വസ്റ്റ്യനകത്ത് തന്നെ തന്നിട്ടുണ്ട്. എത്രയാ ടോട്ടൽ കറണ്ട് അസറ്റ്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. ടോട്ടൽ കറണ്ട് അസറ്റ് എത്രയാ? ക്വസ്റ്റ്യനകത്തില്ലേ? 2 ലക്ഷമാണ് ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ഉത്തരം കിട്ടിയില്ലേ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ടോട്ടൽ കറണ്ട് അസറ്റ് ക്വസ്റ്റ്യനകത്തുണ്ട്, 2 ലക്ഷം. കഴിഞ്ഞു, വളരെ എളുപ്പത്തിൽ പണി കഴിഞ്ഞു അല്ലേ? ഇനി എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മൾ ഫോർമുല പഠിച്ചിട്ടില്ലേ? എന്താ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്തിൽ നിന്ന് എന്ത് കുറക്കണം? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് എന്താ മൈനസ് ചെയ്യേണ്ടത്? ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ? കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. ഇവിടെ നമ്മൾ കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സൺട്രി ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ പ്ലസ് അല്ലേ, ഷോർട്ട് ടേം ലോൺ പ്ലസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പ്ലസ് ഡിവിഡൻഡ് പേയബിൾ പ്ലസ് ടാക്സ് പേയബിൾ. ഈ ക്വസ്റ്റിനകത്ത് അതിൻ്റെ എല്ലാ ആവശ്യമുണ്ടോ? ഇല്ല. എന്താ കാരണം? കറണ്ട് ലയബിലിറ്റീസും ക്വസ്റ്റിനകത്ത് കൃത്യമായി തന്നിട്ടുണ്ട് അല്ലേ? എത്രയാ ടോട്ടൽ കറണ്ട് അസറ്റ്? 2 ലക്ഷമാണ്. എന്താ മൈനസ് ചെയ്യേണ്ടത്? മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ആണ് മൈനസ് ചെയ്യേണ്ടത്. കറണ്ട് ലയബിലിറ്റി എത്രയാ? 1 ലക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം മൈനസ് 1 ലക്ഷം. 2 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കുറച്ചാൽ എത്രയാ? കാൽക്കുലേറ്റർ വേണോ? വേണ്ട, 1 ലക്ഷമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടി. എത്രയാ? 2 ലക്ഷം മൈനസ് 1 ലക്ഷം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ലക്ഷം. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താ കാരണം? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും
ക്വസ്റ്റ്യനിൽ കൃത്യമായി തന്നിട്ടുണ്ട്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. എത്രയാണ് ടോട്ടൽ കറണ്ട് അസറ്റ്? 2 ലക്ഷം. ഉത്തരം വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടി അല്ലേ? 2 ലക്ഷം വളരെ എളുപ്പത്തിലാണ് കിട്ടിയത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലക്ഷം മൈനസ് 1 ലക്ഷം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ലക്ഷം. ഈ ക്വസ്റ്റ്യനകത്ത് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ 2 ലക്ഷവും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 1 ലക്ഷമാണ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എന്തുകൊണ്ടാണ് സിമ്പിളായത്? കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കൃത്യമായി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ഇത്ര സിമ്പിളായിരിക്കില്ല. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. എന്തൊക്കെയാ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത്? സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് ചുവന്ന അക്ഷരത്തിൽ കാണാം ക്വസ്റ്റ്യൻ. സ്റ്റോക്ക് 50,000, ട്രേഡ് ക്രെഡിറ്റേഴ്സ് 25,000, ഡെറ്റേഴ്സ് 50,000, ഷോർട്ട് ടേം ലോൺ 25,000, ക്യാഷ് ഇൻ ഹാൻഡ് 1 ലക്ഷം, ക്യാഷ് അറ്റ് ബാങ്ക് 50,000, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 50,000, ബിൽസ് പേയബിൾ 25,000, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് 1 ലക്ഷം, ബിൽസ് റെസീവബിൾ 50,000, ഡിവിഡൻഡ് പേയബിൾ 25,000, ടാക്സ് പേയബിൾ 50,000 അല്ലേ? ഇത് കഴിഞ്ഞ പ്രോബ്ലത്തെ അപേക്ഷിച്ച് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ളതാണ്. എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ആണ് അല്ലേ? എന്താ കറണ്ട് അസറ്റ്? ഒരു വർഷത്തിനുള്ളിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. ഏതൊക്കെയാ കറണ്ട് അസറ്റ്? 6 എണ്ണാണ് നമ്മൾ പ്രധാനമായും പഠിച്ചത്. ഏതൊക്കെയാ? ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ബിൽസ് റെസീവബിൾ പ്ലസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അല്ലേ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പൊ എന്താ കറണ്ട് ലയബിലിറ്റി? ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റി ആണ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി പ്രധാനമായും 6 എണ്ണം. ഏതൊക്കെയാ? സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ലോൺ, ഡിവിഡൻഡ് പേയബിൾ, ടാക്സ് പേയബിൾ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ടോട്ടൽ കറണ്ട് അസറ്റ് എത്രയാണ്, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എത്രയാണെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ കറണ്ട് അസറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ടോട്ടൽ കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഫോർമുല നമ്മൾ പറഞ്ഞപ്പോ ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് എഴുതാം. ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ബിൽസ് റെസീവബിൾ പ്ലസ് ഷോർട്ട് ടേം bills receivable plus short term deposits. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ബിൽസ് റെസീവബിൾ പ്ലസ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്. ഇനി ആ ക്വസ്റ്റിനകത്ത് ഏതൊക്കെയാണ് അതിന്റെ വാല്യൂസ് നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് ക്വസ്റ്റിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് ക്വസ്റ്റിനകത്തുണ്ട്. എത്രയാ ക്യാഷ് ഇൻ ഹാൻഡ്? 1 ലക്ഷം. പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് ക്വസ്റ്റിനകത്തുണ്ടോ നോക്കിയേ, ഉണ്ട് അല്ലെ? എത്രയാ ക്യാഷ് അറ്റ് ബാങ്ക്? 50,000. പ്ലസ് ഡെറ്റേഴ്സ് ക്വസ്റ്റിനകത്തുണ്ടോ?
ഉണ്ട്. എത്രയാ? 50,000 പ്ലസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ക്വസ്റ്റിനകത്തുണ്ട്. എത്രയാ? 50,000. ബിൽസ് റെസീവബിൾ ക്വസ്റ്റിനകത്തുണ്ടോ നോക്കിയേ. ബിൽസ് റെസീവബിൾ ക്വസ്റ്റിനകത്തുണ്ട്. എത്രയാ? 50,000 പ്ലസ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റും ക്വസ്റ്റിനകത്തുണ്ട്. എത്രയാ? 1,00,000. That is equal to 1,00,000 പ്ലസ് 50,000 പ്ലസ് 50,000 പ്ലസ് 50,000 പ്ലസ് 50,000 പ്ലസ് 1,00,000 എത്രയാ വരിക? എല്ലാം കൂടി കൂട്ടുമ്പോൾ കാൽക്കുലേറ്റർ വേണമെങ്കിൽ കൂട്ടി നോക്കുക. എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇത് എളുപ്പമാണ്, കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം കൂടി കൂട്ടുമ്പോൾ 4,00,000 റുപ്യ കിട്ടും അല്ലേ? 1,00,000 പ്ലസ് 50,000 150 പ്ലസ് 50 2 പ്ലസ് 50 250 പ്ലസ് 50 3 പ്ലസ് 1,00,000 4,00,000. അപ്പോൾ ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 4,00,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കറന്റ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. ടോട്ടൽ കറന്റ് ലയബിലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഐറ്റം ക്രെഡിറ്റേഴ്സ് പ്ലസ്, മറന്നു പോകരുത്, ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ പ്ലസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് പ്ലസ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേ പ്ലസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ലോൺ പ്ലസ് ഡിവിഡൻഡ് പേയബിൾ പ്ലസ് ഒരൈറ്റവും കൂടി ഉണ്ട്. ഏതാ? പ്ലസ് ടാക്സ് പേയബിൾ ഇല്ലേ? അപ്പോൾ ടോട്ടൽ കറന്റ് ലയബിലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ വെറും ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ പ്ലസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ലോൺ പ്ലസ് ഡിവിഡൻഡ് പേയബിൾ പ്ലസ് ടാക്സ് പേയബിൾ. സംശയമൊന്നുമില്ലല്ലോ. ഇനി അതിന്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ക്വസ്റ്റിനകത്തുണ്ട്. എത്രയാ എമൗണ്ട്? 25,000 പ്ലസ് ബിൽസ് പേയബിൾ ക്വസ്റ്റിനകത്തുണ്ടോ നോക്കിയേ. ബിൽസ് റെസീവബിൾ ഉണ്ട്, തൊട്ട് താഴെ ബിൽസ് പേയബിൾ ഉണ്ട്. എത്രയാ ബിൽസ് പേയബിൾ? 25,000 പ്ലസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ക്വസ്റ്റിനകത്തുണ്ടോ? ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഉണ്ട്. എത്ര എമൗണ്ട്? 50,000 പ്ലസ് ഷോർട്ട് ടേം ലോൺ ക്വസ്റ്റിനകത്തുണ്ട് 25,000 പ്ലസ് ഡിവിഡൻഡ് പേയബിൾ 25,000 പ്ലസ് ടാക്സ് പേയബിൾ എത്രയാ? 50,000. നോക്കാം. 25,000 പ്ലസ് 25,000 പ്ലസ് 50,000 പ്ലസ് 25,000 പ്ലസ് 25,000 പ്ലസ് 50,000 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് കൂട്ടി നോക്കുക. 25 25 50,000 1,00,000 125 150 50 കൂട്ടിയ 2,00,000. വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ കൂട്ടാം. ഇത് കുറച്ച് എളുപ്പമുള്ളതായതുകൊണ്ട് നേരിട്ട് കൂട്ടിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ കറന്റ് ലയബിലിറ്റീസ് 2,00,000 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ കറന്റ് അസറ്റും കിട്ടി, കറന്റ് ലയബിലിറ്റിയും കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഔട്ട് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇനി ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞല്ലേ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് അസറ്റ്സ് അല്ലേ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറന്റ് അസറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ ടോട്ടൽ കറന്റ് അസറ്റ്?
നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ആദ്യം കണ്ടുപിടിച്ചത് എത്രയാ? 4 ലക്ഷം. ടോട്ടൽ കറണ്ട് അസറ്റ് 4 ലക്ഷമാണ്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു എന്താ നമ്മുടെ ഫോർമുല? ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് എത്രയാ? ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 4 ലക്ഷമാണ്. എന്ത് മൈനസ് ചെയ്യണം? കറണ്ട് ലയബിലിറ്റി മൈനസ് ചെയ്യണം. എത്രയാ കറണ്ട് ലയബിലിറ്റി? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2 ലക്ഷമാണ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി. അങ്ങനെയാണെങ്കിൽ 4 ലക്ഷം മൈനസ് 2 ലക്ഷം ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കഴിച്ചാൽ ബാക്കി എത്രയാ? വേണമെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലക്ഷം. അപ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 2 ലക്ഷം. ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞു പോവാം. എന്താ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാനാണ്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ബിൽസ് റെസീവബിൾ പ്ലസ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ്. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ അതിന്റെ വാല്യൂ കൊടുത്താൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 4 ലക്ഷം രൂപ കിട്ടും. ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സൺട്രി ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ പ്ലസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പ്ലസ് ഷോർട്ട് ടേം ലോൺ പ്ലസ് ഡിവിഡൻഡ് പേയബിൾ പ്ലസ് ടാക്സ് പേയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം കൂടി അതിന്റെ വാല്യൂ കൊടുത്ത് ആഡ് ചെയ്യുമ്പോൾ 2 ലക്ഷം എന്ന് കിട്ടും അല്ലേ? ഇനി നമുക്ക് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ലക്ഷം അല്ലേ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ 4 ലക്ഷം മൈനസ് 2 ലക്ഷം ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലക്ഷം. നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി ചെയ്ത ശേഷം ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ABC കമ്പനി ലിമിറ്റഡ് ആസ് ഓൺ 31st മാർച്ച് 2020. കാൽക്കുലേറ്റ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നോക്കാം, ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എന്താ ബാലൻസ് ഷീറ്റ്? ഒരു കമ്പനി അതിന്റെ വർഷത്തിന്റെ അവസാനം സാമ്പത്തിക സ്ഥിതി കാണിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനകത്ത് ഒരു കമ്പനിയുടെ ലയബിലിറ്റീസ് ഉണ്ടാവും, അസറ്റ് ഉണ്ടാവും. തൽക്കാലം ഇത്ര മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്. എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു സംഭവം, കറണ്ട് അസറ്റ് എല്ലായ്പ്പോഴും നമ്മുടെ അസറ്റ് സൈഡിനകത്ത് മാത്രമേ ഉണ്ടാവൂ. അതേപോലെ കറണ്ട് ലയബിലിറ്റി എല്ലായ്പ്പോഴും നമ്മുടെ ലയബിലിറ്റി സൈഡിനകത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അസറ്റ് സൈഡിനകത്ത് കറണ്ട് അസറ്റിന് പുറമേ മറ്റു ചില അസറ്റുകൾ കൂടി ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്തേ പരിഗണിക്കേണ്ടതുള്ളൂ? കറണ്ട് അസറ്റ് മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. അപ്പോ എന്തൊക്കെയാണ് കറണ്ട് അസറ്റ് എന്ന് നമ്മൾ നോക്കണം ഇല്ലേ? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ടോട്ടൽ കറണ്ട് അസറ്റും ടോട്ടൽ കറണ്ട് ലയബിലിറ്റിയും കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ടോട്ടൽ കറണ്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാഷ് ഇൻ ഹാൻഡ് പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് പ്ലസ് ഡെറ്റേഴ്സ് പ്ലസ് സ്റ്റോക്ക് പ്ലസ് ബിൽസ് റെസീവബിൾ പ്ലസ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെ ഐറ്റം ആണ് ഈ ക്വസ്റ്റിനകത്ത് വരുന്നത് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആദ്യത്തെ ഐറ്റം അസറ്റ് സൈഡിനകത്ത് കറണ്ട് അസറ്റ് ആണോ? ഇല്ല, ഇങ്ങനൊരു ഐറ്റം നമ്മൾ കേട്ടിട്ടേ ഇല്ല. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താണ്? കറണ്ട് അസറ്റ് ആണോ? അല്ല, ഫിക്സഡ് അസറ്റ് ആണ്. സ്റ്റോക്ക്
നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്. ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ് ആണോ? കറണ്ട് അസറ്റ് ആണ്. ബിൽസ് റെസീവബിൾ കറണ്ട് അസറ്റ് ആണ്. Then next, ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്കോ? അതും കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക്. ഇനി ഇതിന്റെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യാം. സ്റ്റോക്ക് എത്രയാ? സ്റ്റോക്ക് 1,50,000 പ്ലസ് ഡെറ്റേഴ്സ് എത്രയാ? ഡെറ്റേഴ്സ് 70,000 പ്ലസ് ബിൽസ് റെസീവബിൾ എത്രയാ? 80,000 പ്ലസ് ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാ? 40,000 പ്ലസ് ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാ? 1,00,000. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ കൂട്ടുമ്പോൾ കിട്ടുക? 1,50,000 പ്ലസ് 70,000 2 20 80 3 3 40 4,40,000. ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 4,40,000 ആണ്. ഇതേപോലെ നമ്മൾ എന്ത് കൂടി കണ്ടുപിടിക്കണം? കറണ്ട് ലയബിലിറ്റി കൂടി കണ്ടുപിടിക്കണം. കറണ്ട് ലയബിലിറ്റീസ്, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ നോക്കുക ഏതൊക്കെയാ വരിക? ഷെയർ ക്യാപിറ്റൽ കറണ്ട് ലയബിലിറ്റി ആണോ? അല്ല, അങ്ങനെ ഒരു ഐറ്റം നമ്മൾ കേട്ടിട്ടേ ഇല്ല. അതൊരു ഫിക്സഡ് ലയബിലിറ്റി ആണ്. ജനറൽ റിസർവ് ആണോ? കറണ്ട് ലയബിലിറ്റി അല്ല. ഡിബെഞ്ചർ ലോങ് ടേം ലയബിലിറ്റി ആണ്. നമ്മൾ അങ്ങനെ ഒരു ഐറ്റം കേട്ടിട്ടേ ഇല്ല. എന്തല്ല? കറണ്ട് ലയബിലിറ്റി അല്ല. ക്രെഡിറ്റേഴ്സ് ഇല്ലേ? കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ കണ്ട ഒരു ഐറ്റം ആണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ എന്താ? കറണ്ട് ലയബിലിറ്റി ആണ്. ബിൽസ് പേയബിൾ. രണ്ട് ഐറ്റം ആണുള്ളത്, ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് എത്രയാ? ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ നോക്കുക. 1,00,000 ആണ് ക്രെഡിറ്റേഴ്സ്. പ്ലസ് ബിൽസ് പേയബിൾ എത്രയാ? ബിൽസ് പേയബിൾ 50,000 ആണ്. 1,00,000 50,000 കൂട്ടിയാൽ എത്രയാ കിട്ടുക? 1,50,000 എന്ന് കിട്ടും അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ കറണ്ട് അസറ്റ് കിട്ടി, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മളോട് എന്താ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടില്ലേ? ഗ്രോസ് ഷോർട്ട് ഫോമിൽ എഴുതാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്? 4,40,000. നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4,40,000. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എന്താ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് എത്രയാ? നമ്മൾ കണ്ടുപിടിച്ചു 4,40,000 മൈനസ് കറണ്ട് ലയബിലിറ്റി എത്രയാ? 1,50,000. അങ്ങനെയാണെങ്കിൽ 4,40,000 നിന്ന് 1,50,000 കഴിച്ചാൽ എത്ര കിട്ടുക? കാൽക്കുലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. 4,40,000 നിന്ന് 1,50,000 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2,90,000. അപ്പോൾ നമ്മുടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2,90,000 ആണ്.
മനസ്സിലായില്ലേ? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചത് 4,40,000. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4,40,000 മൈനസ് 1,80,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 2,90,000. ഓക്കെ, താങ്ക് യു.